ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഗസ്റ്റ് ലുക്ക് ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേ നമ്മുടെ ബ്ലൗസൊക്കെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. ഇതൊരു ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് കേട്ടോ. ബാക്ക് ഓപ്പൺ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതൊരു ഹാഫ് സ്ലീവ് ആയിട്ടാണ് കേട്ടോ കൈ തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിതേ ബാക്ക് ഓപ്പൺ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു പട്ട വരുമ്പോൾ നല്ല ഷേപ്പാണ് ബ്ലൗസിന്. നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസൊക്കെ അടിക്കണ പോലെ അതേപോലെ നല്ല ഷേപ്പിൽ ബ്ലൗസ് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്ലൗസിൽ ഡിസൈൻ വരയ്ക്കുകയാണ്. ഇതും ഞാൻ ഒരു ഫ്രീ ഹാൻഡായിട്ട് നമുക്കൊരു എൻ്റെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ള നമ്മുടെ ഷോൾഡറിൽ നിന്നും കൈക്കുഴിയുടെ അവിടേക്ക് വരുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അവർക്ക് സാരി പ്ലീറ്റ് ഒന്നും ഇടാണ്ട് ഫ്രീ ആയിട്ട് വൺ സൈഡ് സാരി ഉടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. അപ്പോൾ ആ കാണുന്ന ഭാഗത്ത് ബ്ലൗസിൻ്റെ ഭാഗത്ത് നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്യണമെന്നായിരുന്നു കസ്റ്റമറുടെ ആവശ്യം. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ഡിസൈൻ നമ്മൾ ബ്ലൗസിൽ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എന്താവും റിസൾട്ട് എന്നറിയില്ല. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ വരച്ചു വെച്ച ഡിസൈനിൽ കൂടെ B7000 ഗ്ലൂ യൂസ് ചെയ്തിട്ട് ബോൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്കൊരു തിക്ക് ബോർഡർ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനാദ്യം യൂസ് ചെയ്യുന്നത് ബോൾ ചെയിൻ തന്നെയാണ്. അതിനുശേഷം നമുക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു 3 ലെയറായിട്ട് ഒരു ബോർഡർ സെറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതേ ബോർഡർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു ഫ്ലവറും ലീഫും വരുന്ന തരത്തിൽ ഒരു ഡിസൈൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അതിന് മുൻപ് ഞാൻ നമ്മുടെ ബാക്ക് നെക്ക് ഒന്ന് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ കസ്റ്റമർക്ക് അത്യാവശ്യം മുടിയുള്ളത് കൊണ്ട് തന്നെ ബാക്ക് നെക്കിൽ ഡിസൈൻ വളരെ സിമ്പിളായിട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഹെവി ആയിട്ട് വർക്ക് ഉള്ളത് കാരണം ബാക്ക് സിമ്പിളായിട്ട് മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് യൂസ് ചെയ്യുന്നത് കട്ട് ബീഡും ഗോൾഡൻ ബീഡും യൂസ് ചെയ്തിട്ട് ഒരു 6 ഡിസൈൻ കൊടുത്തിട്ട് അതിൽ ഗോൾഡൻ ബീഡ് കൊണ്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളൊരു തിന്നായിട്ടുള്ളൊരു ലെയർ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നല്ല ഹെവി ആയിട്ട് ഫ്രണ്ട് നെക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇതേ നല്ല ഫ്ലവറും ലീഫൊക്കെ വെച്ചിട്ട് നല്ലൊരു ഡിസൈൻ പാറ്റേൺ ആണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ സ്ലീവ് ഫുള്ളായിട്ട് ബുട്ടാസ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻ്റെ ഒരു ബോർഡർ പോലെ ഫ്ലവറിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വള്ളിയൊക്കെ വെച്ച് എൻ്റെ നോട്ടൊക്കെ വെച്ചിട്ട് നല്ല റിച്ചായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്കിന് ഒരു 1200 റേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ആർക്കെങ്കിലും ഗസ്റ്റ് ലുക്ക് ബ്ലൗസ് ഡിസൈൻ ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം. അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.